بالعالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا كثيرا طيبا به على كل حال حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي جلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد والطاعة الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل بالعقد تنفرج بالقرب تقضى بالحوائج وتنال بالروائب ويحصل الخواتم ويستر الغمام لوجه الكريم وعلى آله وصحبه في كل محت وعلى فضلك المعلوم لك. اللهم وصل وبلغ ثواب ما قيناه من القرآن العظيم وما صلاه هديه هدية واصلاه رحمة الناس وبركاته منا إلى حضرة نبينا وشفيعنا ومرشدنا ومنجينا وهادنا مصطفى محمد صلى الله عليه وسلم وأرواح الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين ومن أرواح ماتوا منا من آبائنا وأمهاتنا وإخواننا وأخواتنا وأقربائنا وجميع المؤمنين يا رب العالمين. الله ولا رحمة ماتوا منا ودفنوا حول هذا المسيح يا رب العالمين. اللهم اغفر لنا ولهم واجمع بيننا وبينهم في دار نار الفردوس يا رب العالمين. اللهم يسر مرادنا وبلغ آمالنا وبارك ما أعطيتنا يا رب العالمين. اللهم باركنا وبارك في مجلسنا هذا بركة وسلام يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم. الحمد لله رب العالمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അബ്ദുള്ള ദാരിമി ഉസ്താദ്, ബഹുമാനപ്പെട്ട എൻ്റെ വന്യപിതാവ്, ബഹുമാനപ്പെട്ട നമ്മുടെ മഹല്ലത്തിൻ്റെ ഖത്തീബ് ഉസ്താദ്, ബഹുമാനപ്പെട്ട നമ്മുടെ മഹല്ലത്തിൻ്റെ പ്രസിഡന്റ് അലവിക്കുട്ടി മുസ്ലിയാർ, അതുപോലെ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, അതുപോലെ തന്നെ നമ്മുടെ മഹല്ലത്തിലെ ഉമറാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒത്തുകൂടലിനെ നമ്മളിൽ സ്വീകരിക്കുമാറാവട്ടെ. പാലമടത്തിൽ ചിന്ന മഹല്ല് SKSF കമ്മിറ്റിക്ക് കീഴിൽ നടക്കുന്ന മജ്ലിസ് നൂറിൻ്റെ 12ാമത് വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മഹല്ലത്തിൽ മതപരമായ ബിരുദം കരസ്ഥമാക്കിയ ബഹുമാനപ്പെട്ട സമസ്തക്ക് കീഴിൽ സേവനം ചെയ്യുന്ന പണ്ഡിതന്മാരായിട്ടുള്ള മുഅല്ലിമീങ്ങൾ, പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് മദ്രസകളിലും അതുപോലെ തന്നെ അറബി കോളേജുകളിലും അതുപോലൊപ്പം തന്നെ പള്ളികളിലുമൊക്കെ സേവനം ചെയ്യുന്ന മതബിരുദധാരികളായിട്ടുള്ള മുഅല്ലിമീങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി അവരെ ചേർത്ത് പിടിക്കുക, അവർക്ക് ചെറിയ രീതിയിൽ അവർക്കൊരു ആദരവ് കൊടുക്കുക,
എന്നുള്ളതൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പാലമടത്തിൽ ചിന മഹല്ലി SKSSF കമ്മിറ്റി ഇങ്ങനെ ഒരു സദസ്സ് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നല്ലൊരു സദസ്സ് നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. ഇങ്ങനെ ഒരു ദൗത്യവുമായി സംഘടന ഇറങ്ങിയപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയൊരു വെല്ലുവിളി, സംഘടനാ പ്രവർത്തകരായ ഞങ്ങളുടെയൊക്കെ അറിവിൻ്റെ അപ്പുറത്ത് മുൻകാലങ്ങളിൽ സേവനം ചെയ്ത ആളുകളുടെ അവരെ ഇതിലേക്ക് ക്ഷണിക്കാതെ അല്ലെങ്കിൽ അവരെ കണ്ടെത്താതെ അവരെ ഇതിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക ഇങ്ങനെ ഒരു സദസ്സ് സംഘടിപ്പിക്കുന്ന വിഷയം ചർച്ച ചെയ്തപ്പോൾ ഞങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. പരമാവധി നമ്മൾക്ക് അറിവുള്ളവരും നമ്മുടെ മഹല്ലത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിലൊക്കെ സേവനം ചെയ്ത് അതോടൊപ്പം തന്നെ പ്രായാധിക്യം കാരണം ഇപ്പോൾ വിശ്രമ ജീവിതത്തിൽ കഴിയുന്ന ആളുകളൊക്കെ കണ്ടെത്തി പരമാവധി നമ്മൾ ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അകമഴിഞ്ഞ ശ്രമം നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ചിലപ്പോൾ നമ്മുടെ അറിവിൽപ്പെടാതെയോ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളോ കാരണമൊക്കെ ആരെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാകും. അതൊന്നും മനഃപൂർവ്വമല്ല എന്ന് ഈ സദസ്സിന് മുന്നാകെ ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, മതമേഖലയിൽ സേവനം ചെയ്യുന്ന ഉസ്താദുമാരാവട്ടെ, അതുപോലെ തന്നെ ഖതീബമാരാവട്ടെ, മുദരിസുമാരാവട്ടെ, അവരൊക്കെ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസങ്ങളിലോ മാത്രമേ നമ്മുടെ മഹല്ലത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്വദേശത്ത് അവർക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കാറുള്ളൂ. നമുക്കറിയാം, പലപ്പോഴും പല പരിപാടികളിലും അവരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കാറില്ല. അതിന് പ്രധാനമായിട്ടുള്ള കാരണം അവരിലൊക്കെ വളരെ ഉത്തരവാദിത്തപ്പെട്ട മറ്റുള്ള മഹല്ലുകൾ അല്ലെങ്കിൽ മദ്രസകൾ അതിനൊക്കെ നേതൃത്വം നൽകുന്ന വളരെ പുണ്യമാക്കപ്പെട്ട ഒരു കർമ്മത്തിൽ അവർ സജീവമായതിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, മദ്രസ രംഗത്തും അതുപോലെ തന്നെ മഹല്ല് രംഗത്തൊക്കെ സേവനം ചെയ്യുന്നവർ ആ മഹല്ലത്തിനെ ദീനീപരമായ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു മഹല്ലത്തിനെ ദീനീപരമായ രംഗത്തിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരു മേഖലയിലുള്ള ആളുകളാണ് ബഹുമാനപ്പെട്ട ഈ പണ്ഡിതന്മാർ. നമുക്കറിയാം, ഓരോ മഹല്ലത്തിലും, നമ്മുടെ മഹല്ലത്തിലാവട്ടെ പരിസര മഹല്ലത്തിലാവട്ടെ, ഓരോ കാലഘട്ടത്തിലും വളർന്നു വരുന്ന ബിദഈ ആശയങ്ങൾ ഉൾപ്പെടെയുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്ത നമുക്ക് നൽകിയ ആദർശത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഉസ്താദുമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ആ മഹല്ലത്തിൽ നടക്കുന്ന എല്ലാ മേഖലകളിലും വിദ്യാർത്ഥികളെ ആവട്ടെ, പൊതുസമൂഹത്തെ ആവട്ടെ, ആ മഹല്ലത്തിലുള്ള ഓരോ ആളുകളെയും ആ മഹല്ലത്തിനോട് ചേർത്ത് പിടിക്കുകയും അതുപോലെ തന്നെ വളർന്നു വരുന്ന മദ്രസ മേഖലയിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മതപരമായ കാര്യത്തിലും അതോടൊപ്പം തന്നെ അവരുടെ രക്ഷിതാക്കളെയും ആ മഹല്ലത്തിലുള്ള ഉമ്മമാരെ ഉൾപ്പെടെ ദീനിന്റെ യഥാർത്ഥ മേഖലയിലേക്ക് വഴിതെളിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നിയോഗിക്കപ്പെട്ട ആളുകളാണ് നമ്മളൊക്കെ. ആ അർത്ഥത്തിൽ നമ്മുടെ സ്വന്തം മഹല്ലത്തിൽ നമുക്ക് പല പരിപാടികളും സംഘടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അതിനേക്കാൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. ഇതിൽ നമ്മുടെ ഒപ്പം മുൻകാലങ്ങളിൽ നമ്മളെ മഹല്ലത്തിലാവട്ടെ നമ്മുടെ മദ്രസയിലാവട്ടെ ഒക്കെ സേവനം ചെയ്ത് നമ്മളോട് വിട പറഞ്ഞു പോയ ഒരുപാട് മഹത്തുക്കളുണ്ട്. ഈ ഒരു സംഗമത്തിന്റെ ഫദ്ലിനെ അവരുടെയൊക്കെ ഖബർ ജീവിതത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരുടെ കൂടെ അള്ളാഹു നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സദസ്സിന് ഉദ്ഘാടനം നടത്തിക്കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാവർക്കുമുള്ള ഉപഹാരം സമർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട SYSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് ഖാദിയുമായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലി തങ്ങളാണ്. തങ്ങൾ അവർ വന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഏതാനും സമയത്തിനകം ഇവിടെ വന്നു ചേരും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സദസ്സ് ഇവിടെ സമാപിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായി ഒന്നും പറയുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഈ പരിപാടി അള്ളാഹു ഏറ്റെടുക്കുമാറാവട്ടെ. നമുക്കറിയാം, നമ്മുടെ ഈ സദസ്സിൽ മുൻകാലങ്ങളിലൊക്കെ മദ്രസ മേഖലയിലൊക്കെ സേവനം ചെയ്ത് പിന്നീട് അവരുടേതായ മേഖലയിലേക്ക് പിരിഞ്ഞുപോയ ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ നമ്മൾ ഈ ഒരു സദസ്സിൽ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ മഹല്ലത്തിന്റെ ഒരു കൂട്ടായ്മ എന്നുള്ള ലെവലിൽ അവരൊക്കെ
അവരൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വരും കാലങ്ങളിൽ അവരുടെ സേവനം നമ്മുടെ നാടിനും മഹല്ലത്തിനൊക്കെ ഉപകാരമുള്ള രീതിയിലാക്കി തീർക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് എന്നിൽ അർപ്പിതമായ വിഷയം ഈ ഒരു പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ SYSന്റെ മഹല്ല് ജനറൽ സെക്രട്ടറി അബ്ദുള്ള ദാരിമി ഉസ്താദാണ്. ഉസ്താദിനെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദി ജമലി തങ്ങൾ അവറുകളാണ്. തങ്ങൾ അവറുകളെയും വളരെ ബഹുമാന ആദരവുകളോട് ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കിയ എൻ്റെ വന്യപിതാവ് സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ബഹുമാനപ്പെട്ടവരെയും ഈ പരിപാടിയിലേക്ക് വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് വിഷയാവതരണം നടത്തിക്കൊണ്ട് നമ്മോട് സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ മഹല്ലത്തിന്റെ ഖത്തീബ് ഉസ്താദ് അവറുകൾ, സുബൈർ അൻവരി ഉസ്താദ് അവറുകൾ, ഉസ്താദിനെയും വളരെ ബഹുമാനത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ വേദിയെ ആശംസ അർപ്പിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്ന നമ്മുടെ മഹല്ലത്തിന്റെ വന്ദ്യരായ പ്രസിഡന്റ് MK അലവിക്കുട്ടി മുസ്ലിയാർ, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് വളരെ ബഹുമാനത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നിറസാന്നിധ്യമായിട്ടുള്ള മഹല്ലത്തിന്റെ ഭാരവാഹികൾ PT ബഷീർ, അതുപോലെ തന്നെ മദ്രസ ഭാരവാഹി മദ്രസയുടെ ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദ് ഉസ്താദ്, വേദിയിലുള്ള മറ്റു സഹപ്രവർത്തകർ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ മഹല്ലത്തിലെ പണ്ഡിതന്മാരായിട്ടുള്ള എല്ലാവരെയും, അതോടൊപ്പം തന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഉമറാക്കൾ, സംഘടനാ ബന്ധുക്കൾ എല്ലാവരെയും വളരെ ആദരവോടുകൂടി ഈ ഒരു പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷപദം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MK അബ്ദുള്ളക്കുട്ടി ദാരിമിയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചുരുങ്ങിയ സമയമാണ് നമ്മുടെ ഈ പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത്. നമ്മുടെ മഹല്ലത്തിലെ ഒട്ടുമിക്ക പണ്ഡിതന്മാരും സംഗമിച്ച ഒരു പണ്ഡിത സംഗമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നൊരു സ്വാലിയായ സൽക്രമമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മഹല്ലത്തിൽ ജനിച്ച് വളർന്ന് ഇവിടെ തന്നെ ഈ മദ്രസയിൽ തന്നെ ജോലി ചെയ്ത് ഇൽമിൻ്റെ പാഠഭാഗങ്ങൾ നുകർന്നു കൊടുത്ത പണ്ഡിതന്മാർ ഈ സദസ്സിലുണ്ട്. അതുപോലെ കേരളത്തിൻ്റെ പല ദിക്കുകളും പോയി ഇൽമ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. പല ബിരുദം എടുത്ത ബാക്കവി, റഹ്മാനി, യമാനി, വാഫി, ഇങ്ങനത്തെ ഒരുപാട് ബിരുദെടുത്ത, ഫൈസി ബിരുദെടുത്ത ഒരുപാട് പണ്ഡിതന്മാർ നമ്മുടെ മഹല്ലത്തിന് അഭിമാനമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പണ്ഡിത സംഗമത്തിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് എന്ത് ഉത്തരവാദിത്തമാണ് നമ്മോട് ഏൽപ്പിച്ചത്, അത് ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കാൻ വേണ്ടി മഹല്ല് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അലവിക്കുട്ടി മൗലവിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സയ്യിദ് അവറുകളെ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ, ബഹുമാനപ്പെട്ട എൻ്റെ നാട്ടുകാരെ, നമ്മൾ ശക്തമായ ഭാഗ്യവാന്മാരാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പമാര്, നമ്മുടെ ജ്യേഷ്ഠന്മാര് പല ആളുകളും മരിച്ചുപോയി. അവർക്കൊന്നും സമസ്തയുടെ 100ാം വാർഷികത്തിൽ
ആഘോഷിക്കാൻ അല്ലാഹു തആല അവർക്ക് ഭാഗ്യം കിട്ടിയില്ല. നമ്മളെല്ലാവരും സമസ്തയുടെ 100ാമത്തെ വാർഷികത്തിൽ അതിന് വേണ്ടി പ്രവർത്തിക്കാനും അതിന് വേണ്ടി ആഘോഷിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീക്ക് തന്നതിൽ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. ബഹുമാന്യരായ എൻ്റെ നാട്ടുകാരെ, ഇവിടെ സമസ്ത കേരള ജമീഅത്തുൽ ഉലമ രൂപീകരിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീഅത്തുൽ ഉലമ രൂപീകരിക്കുന്നതിന് മുമ്പ് ഇവിടെ ഐക്യ സംഘടന എന്ന് പറയപ്പെടുന്ന സംഘടന രൂപീകരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ എറിഞ്ഞുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ നിരാകരിച്ചുകൊണ്ട് നടക്കുന്നപ്പോൾ അന്നത്തെ പണ്ഡിതന്മാരാകുന്ന ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ പാപ്പാന്റെയും പാങ്ങിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ അവരുകളെയും ബഹുമാനപ്പെട്ട ഖുതുബി അബ്ദുൽ ബാരി പോലത്തെ ഉന്നതരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീഅത്തുൽ ഉലമ രൂപീകരിച്ചത്. എന്തിനു വേണ്ടി? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും പഠിപ്പിച്ചു തന്ന ആശയാദർശങ്ങൾ നമുക്കിവിടെ നടക്കണം, നമുക്കിവിടെ വേണം. അതിന് വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീഅത്തുൽ ഉലമ രൂപീകരിച്ചത്. ഈ സമസ്ത കേരള ജമീഅത്തുൽ ഉലമ ഇവിടെ ഇല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും, നമുക്ക് ആർക്കും ഇസ്ലാമിൻ്റെ തനതായ വെളിച്ചം നമുക്ക് കിട്ടുകയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ സൗദി അറേബ്യയിൽ ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ രഹസ്യമായിട്ടാണ്. ഞങ്ങളെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം പ്രവർത്തിക്കുന്നവരായിരുന്നു സൗദി അറേബ്യയിൽ. പക്ഷേ അത് രഹസ്യമായിട്ടായിരുന്നു. ബഹുമാനപ്പെട്ട അദ്ദാദ് വീട് എന്ന് പറയപ്പെടുന്ന വീട്ടിൽ ഞങ്ങൾ അദ്ദാദിന് പോകും. ഇതെല്ലാം രഹസ്യമായിട്ടായിരുന്നു ചെയ്തിരുന്നത്. കാരണം അവിടെ അബ്ദുൽ വഹാബി എന്ന് പറയപ്പെടുന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവ് അവിടെ ഗവൺമെന്റിനെ പിടിച്ചടക്കുകയും അവിടെ വഹാബിസം പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം പരസ്യമായി പ്രവർത്തിക്കാൻ സാധിച്ചില്ല. നമുക്ക് അൽഹംദുലില്ലാഹ് സമസ്ത കേരള ജമീഅത്തുൽ ഉലമ എന്ന് പറയപ്പെടുന്ന ആ പണ്ഡിത സംഘടന ഉണ്ടായത് കൊണ്ട്, നമുക്ക് വെളിച്ചം കാട്ടി തന്നതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനം നമുക്ക് പരസ്യമായി ഇതാണ് ദീന്, ഇത് അല്ലാത്ത ദീനല്ല എന്ന് പറഞ്ഞു തരുന്ന പണ്ഡിതന്മാർ നമുക്കുണ്ടായത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ എല്ലാവരെയും സജ്ജനങ്ങളിൽ നേർവഴിയിലാക്കി തന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന കൂട്ടക്കാരിൽ പെടുത്തുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹാസംഗമത്തിന് എൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ സംഗമത്തിന് ആശംസ അർപ്പിക്കാൻ വേണ്ടി നമ്മുടെ മദ്രസ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷാഹുൽ ഹമീദ് ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه الفائزين برضا الله. പ്രിയപ്പെട്ട വേദിയിലുള്ള സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഈ മഹല്ലത്തിന്റെ അഭിമാനങ്ങളായി മാറിയിട്ടുള്ള പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ, നേരത്തെ അൽബിൻകുട്ടി മുസ്ലിയാർ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ഒരുമിച്ച് കൂടാനുള്ള ഒരു ഭാഗ്യം നമുക്കൊക്കെ ലഭിച്ചു എന്നത് വലിയ ഭാഗ്യമാണ്. സന്തോഷകരമായ ഒരു സായാഹ്നത്തിലാണ് ഇപ്പോൾ നമ്മളുടെ ഈ ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെ തിരുമുറ്റത്ത് ഒരുക്കിയിട്ടുള്ളത്.
ഇങ്ങനെ ഒരു കൂടൽ അതിനുള്ള അവസരം നൽകിയിട്ടുള്ള ഇവിടുത്തെ SKSSF-ന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട സംഘടനാ സംസ്ഥയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുള്ള ഈ ഒരു സംഗമം വളരെ 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 സന്തോഷകരമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഏണിൽ കുറിച്ചു വെക്കാനുള്ള ഒരു സംഗമമായിട്ടാണ് ഇതിനെ കാണേണ്ടത്, നാം കാണുന്നതും. അല്ലാഹു തആല ഈ ഒരു ഒരുമിച്ച് കൂടൽ അവന് ഇഷ്ടപ്പെട്ട സ്വാലിഹായ അമലായി സ്വീകരിച്ച് ഇതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ച് SKSSF-ന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട നമ്മുടെ SOS-ന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവറുകൾ ഈ സദസ്സിനെ ആശംസ അർപ്പിച്ചു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും വേദിയിൽ ഈ മഹല്ലത്തിൻ്റെ കാര്യദർശി, എൻ്റെ ചെലവടിക്കാരൻ കൂടിയായിരിക്കുന്ന അൽബിക്കുട്ടി മുസ്ലിയാർ, മഹല്ലത്തിൻ്റെ ഖത്തീബ്, മറ്റ് സദസ്സിലുള്ള സ്നേഹിതന്മാരെ, സഹോദരന്മാരെ, SOS-ൻ്റെയും SKSF-ൻ്റെയും കർമ്മധീരായ പ്രവർത്തകന്മാരെ, SKSF-ൻ്റെ ഉയർച്ചയെ കൊണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും ഉയർന്ന ഒരു പ്രൗഢമായ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ SKSF കൊണ്ട് സാധിച്ചു. റബ്ബ് സുബ്ഹാനഹു വ തആല ഇനിയും മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കർമ്മങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മഹത്തായ കാര്യം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ SKSF-ന് അല്ലാഹു തആല അതിനുള്ള എല്ലാവിധ ആരോഗ്യവും ആയുസ്സും സന്മനസ്സും നൽകുമാറാവട്ടെ. ഇത്തരം പരിപാടികൾ ഒരുപാട് പണ്ഡിതന്മാർ നമ്മുടെ മഹല്ലത്തിലുണ്ട്. അതുകൊണ്ട് മറ്റു വിഭാഗത്തിലാരെങ്കിലും ഒരുപാട് കൂടുതൽ പണ്ഡിതന്മാരുള്ളൊരു മഹല്ലാണ് ഈ മഹല്ല്. ഞാൻ ഇവിടെ വരുന്ന കാലത്ത് ഇവിടെ പഴയ ആളുകളുണ്ടായിരുന്നു, അവരൊക്കെ മരിച്ചുപോയി. ഈ മദ്രസിൻ്റെ ഒരു പ്രഗത്ഭനായ ഒരു സദറായിരുന്നു UK ഉസ്താദ് കണ്ണു കാഴ്ചയില്ലാതിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ സേവനം ചെയ്ത് നമ്മളിൽ നിന്ന് വിടവാങ്ങിയ ആളുകളുണ്ട്. ഇതൊക്കെ പ്രവർത്തനം ആണ് നാം ഇവിടെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ആ ഒരു മഹത്തായ പ്രസ്ഥാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എന്ത് പ്രതിസന്ധികൾ നേരിട്ട് വന്നാലും നാം പഠിച്ചുയർന്നത് ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് കൂടി നിന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്കിവിടെ തങ്ങൾക്കും മൂല്യർക്കും മൊല്ലാങ്കാക്കും ഒക്കെ പേരും പെരുമയും ബഹുമാനവും നൽകിയത് സമസ്തയിലൂടെയാണ്. അത് നാം ആരും മറന്നു പോകരുത്. അതിൽ നിന്ന് വ്യതിചലിച്ച് പോവാതെ നമ്മൾ വീണ്ടും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കാൻ വരികയാണ്. ആ ആഘോഷ വേദിയിലൊക്കെ എല്ലാവരെയും പങ്കെടുത്തുകൊണ്ട് പരിപാടി വളരെ ഉഷാറാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നമ്മളിൽ നിന്ന് ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ സ്വീകരിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിപാടിക്ക് മുഖ്യ പ്രഭാഷണം നടത്തി വിഷയാവതരണം നടത്തി പ്രസംഗിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ മഹല്ല് ഖത്തീബ് ഉസ്താദ് സുബൈർ അൻവരി ഉസ്താദ് അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.
السلام عليكم ورحمة الله وبركاته. الحمد لله كفى والصلاة والسلام على من لا نبي بعد وعلى آله وصحبه الفائزين برضا الله أما بعد. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله العلي العظيم. قال نبينا وحبيبنا محمد صلى الله عليه وسلم: من يرد الله به خيرا يفقهه في الدين. ആദരണീയരായ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ ദാരിമി ഉസ്താദ് മുൻനിരായ സയ്യിദ് അവറുകളെ, മഹല്ലത്തിൻ്റെ പ്രസിഡന്റ് അലവിക്കുട്ടി മുസ്ലിയാർ, മദ്രസയുടെ സെക്രട്ടറി, അതുപോലെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, അല്ലാഹു ഈ സംഗമത്തെ ഒരു സ്വാലിഹായ അമലായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ മഹല്ലത്തിൽ നടന്നു വരുന്ന, മാസങ്ങളിൽ നടന്നു വരുന്ന മജ്ലിസുന്നൂറിൻ്റെ വാർഷികവും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക പ്രചരണവുമാണ് ഈ സദസ്സ് കൊണ്ടൊക്കെയുള്ള ലക്ഷ്യം. അതിൽ നിന്ന് ഒന്നാമത്തെ ദിനം തന്നെ SKSF-ന്റെ പ്രവർത്തകന്മാർ ഒരു പണ്ഡിത സംഗമം നടത്താനും പണ്ഡിതന്മാരായ ആളുകൾക്കുള്ള ഉപഹാരം നൽകാനും തെരഞ്ഞെടുത്തു എന്നതിൽ SKSF-ന്റെ പ്രവർത്തകന്മാരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ മഹല്ലത്തിൻ്റെ ഒരു ചേർത്ത് പിടിക്കലാണ്. ദീനിന്റെ പല മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകളെ ഒരു കൊടുക്കയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭാവിയിലും ഇത്തരം നന്മകളെ നാട്ടിൽ നടപ്പാക്കുക എന്നതും കൂടി ഈ സംഗമത്തിന്റെ ലക്ഷ്യമാണ്. അല്ലാഹു ഇതിനൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ഉസ്താദുമാരായ നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യമുള്ള ആളുകളാണ്. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ, ഇമാം ബുഖാരിയുടെ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചത്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറാ യുഫഖിഹുഹു ഫിദ്ദീൻ. ഒരു മനുഷ്യർക്ക് എല്ലാവിധ ഖൈറും അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ യുഫഖിഹുഹു ഫിദ്ദീൻ, ദീനിൽ അവനൊരു വിവരസ്ഥനാക്കും, ഒരു പണ്ഡിതനാക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉണർത്തുകയാണ്. പണ്ഡിതന്മാരെ പോലെ ദീനിന് സേവനം ചെയ്യാൻ മറ്റാർക്കും സാധ്യമല്ല. ഇപ്പൊ നമ്മളെ മഹല്ലത്തിലുള്ള വിവിധങ്ങളായ വിവിധാരികൾ, എനിക്ക് നേരിട്ട് പരിചയമുള്ളവരും ഇല്ലാത്തവരും ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്. അവരൊക്കെ ദീനിന്റെ വ്യത്യസ്തമായ സേവനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറെ ആളുകൾ മുദരിസായി സേവനമനുഷ്ഠിക്കുന്നവരുണ്ട്, ഖതീബായി സേവനമനുഷ്ഠിക്കുന്നവരുണ്ട്, മുഅല്ലിമായി, സദറായി ദീനിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഈ പണ്ഡിതന്മാരെ കൊണ്ടാണ് ദീനിന്റെ വളർച്ചയും ഉയർച്ചയും നിലനിൽപ്പും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
അതാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യനിക്ക് ഖൈർ അല്ലാഹു ഉദ്ദേശിക്കുന്നു എങ്കിൽ അവനൊരു വിവരസ്ഥനാക്കുമെന്ന്, ഫഖീഹാക്കുമെന്ന്, ദീനിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി അതിനെ പ്രബോധനം ചെയ്യാനുള്ള ഒരു കഴിവിലേക്ക് ആ മനുഷ്യനെ അല്ലാഹു തആല നയിക്കുമെന്നാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദൗത്യമാണ് നമ്മളൊക്കെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ വലിയ പാണ്ഡിത്യമുള്ള ഖുർആനിൽ അഗാധ ജ്ഞാനിയായിരിക്കുന്ന മുആദ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ റസൂലുള്ളാഹിയിൽ നിന്ന് ഹദീസുകൾ പഠിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ മറ്റ് സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് ആര്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. വലിയ ഖാരിയായിരുന്നു. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഖാരിയായിരുന്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിന് വലിയ ഇഷ്ടമാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ. ഏത് മസ്അലകളും ഹദീസും ചോദിച്ച് പഠിക്കുന്നതിൽ മുആദിനെ തെരഞ്ഞെടുക്കാറുണ്ടായിരുന്നു മുസ്തഫ നബി. അങ്ങനെ പ്രവാചകന്റെ മുഹിബായി, പ്രവാചകന്റെ ഇഷ്ടതോയനായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മുആദ്, നീ യമനിൽ പോയി ദീൻ പ്രബോധനം ചെയ്യണമെന്ന്. നിന്റെ ദൗത്യം ഇവിടെയല്ല, നീ യമനിൽ പോയിട്ട് ദീൻ പ്രബോധനം ചെയ്യണമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവോട് ഉണർത്തുകയാണ്. ആ സമയത്ത് മുആദ് റളിയല്ലാഹു അൻഹു വിസമ്മതിച്ചു. മുആദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രയാസം പ്രവാചകനെ അറിയിച്ചു. പ്രവാചകർ വീണ്ടും പറഞ്ഞു, നിന്നിൽ ഒരു വലിയ ദൗത്യമുണ്ട്. ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടി നീ യമനിലേക്ക് പോകണം എന്ന് വീണ്ടും പറയുകയാണ്. കാരണം യമനുള്ളത് ക്രിസ്ത്യാനികളും ജൂതന്മാരുമാണ്. അവരെന്നും ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അവർ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് യമനിലുള്ള ആളുകൾ. അതുകൊണ്ട് നിന്നെ പോലത്തെ പ്രഗത്ഭരായ ആളുകൾ ചെന്നുകൊണ്ട് ദീനിന്റെ പ്രബോധനം നടത്തണമെന്നാണ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനമായി പ്രവാചകന്റെ ആ നിർദ്ദേശം മുആദ് റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു വാക്കുണ്ട്, ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫിഹാ. ലാ യഹ്ദിയല്ലാഹു ബിക, നിന്റെ പ്രബോധനം കാരണമായി ഒരാൾക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്താൽ, ഒരാൾ സത്യസരണിയിലൂടെ സഞ്ചരിച്ചാൽ അത് ഖൈറുൽ ലക, നിനക്ക് ഗുണകരമാണ്. മിനദ് ദുനിയാ വമാ ഫിഹാ, ഈ ദുനിയാവിന്റെയും ദുനിയാവിലുള്ള സർവ്വ സമ്പത്തിന്റെയും അധിപനായി നീ നിലകൊള്ളുന്നതിനേക്കാളും കൂടുതൽ ഖൈർ നിനക്ക് യമനിൽ പോയി പരിശുദ്ധ ദീനിന്റെ പ്രബോധനം ഏറ്റെടുത്തുകൊണ്ട് ആ ദീന് പ്രചരിപ്പിക്കലാണ് എന്ന് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉത്തരവാദിത്തമല്ലേ നമ്മളൊക്കെ നിറവേറ്റുന്നത് നമ്മളെ മദ്രസയിലൂടെ. ഇന്ന് സമസ്തയുടെ ഉയർച്ചയും അതല്ലേ. ദീനീ വിദ്യാഭ്യാസ രംഗത്ത് ലോകത്തിന് മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല, ഇപ്പൊ അടുത്ത് ദുബായിലൊരു സമ്മേളനം ഉണ്ടായപ്പോ അവിടെ വെച്ചുകൊണ്ട് പ്രേമചന്ദ്രൻ പറഞ്ഞതും അത് തന്നെയാണ്. ഇതുപോലൊരു സംഘടന ഇനി ലോകത്തില്ല എന്നുള്ളതാണ്. വലിയ വലിയ രാഷ്ട്രങ്ങളൊക്കെ സമസ്തയുടെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മതസംഘടനയുടെ ഉയർച്ച ഇത്രയോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും സമസ്ത വളർന്നുകൊണ്ടിരിക്കുകയാണ്. സമസ്തയുടെ പ്രവർത്തനത്തെ പിടിച്ചു കെട്ടാൻ ആർക്കും സാധ്യമല്ലാത്ത രീതിയിൽ സമസ്ത വളർന്നുകൊണ്ടിരിക്കുന്നു, വളരുക തന്നെ ചെയ്യും. കാരണം ഇതിന് അടിത്തറ പാകിയത് മഹാന്മാരായ സൂഫി വര്യന്മാർ, സാദാത്തുക്കളാണ്. ഇതിനെ ആര് തകർക്കാൻ ശ്രമിച്ചാലും ഇത് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞതുപോലെ ഡബ്ബർ പന്ത് പോലെയായിരിക്കും, എറിയും തോറും ഉയർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ലോക രാഷ്ട്രങ്ങളൊക്കെ
ഈ സമസ്തയുടെ പ്രവർത്തനം സശ്രദ്ധം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടുന്ന സഹകരണങ്ങൾ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ആ സമസ്തയുടെ 100ാം വാർഷികം നടക്കുമ്പോ നമുക്കൊക്കെ അതൊരു സന്തോഷത്തോടുകൂടെ പങ്കെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ഈ സമയത്ത് ദുആ ചെയ്യുകയാണ്. നമ്മളൊക്കെ അറഫയിൽ പോയാൽ, ഹജ്ജിന് പോയാൽ അറഫ സംഗമം എങ്ങനെയായിരിക്കും? അതായിരിക്കും സമസ്തയുടെ 100ാം വാർഷികമെന്ന് നമുക്ക് ചിന്തിച്ചെടുക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന് നാം ഏവരുടെയും കൂട്ടായ ശ്രമഫലങ്ങൾ ഏത് സമയത്തും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാവണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഈ കേരളത്തിൽ ഈ ദീനിനെ സ്ഥിരമാക്കിയത് മഹാന്മാരായ സ്വഹാബത്താണ്. ആ സ്വഹാബത്തിൽ നിന്ന് കിട്ടിയതാണ് താബിയുകളായി അവരെ പിന്മുറക്കാരായി വന്ന മഹാന്മാരായ സമസ്തയുടെ ആലിമീകളാണ് ആ ദീനിന്റെ പ്രവർത്തനം ഏറ്റെടുത്തത്. നാം ചിന്തിക്കേണ്ടതുണ്ട്. മാത്രമല്ല, മഹാനായ ഞാൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞു നീട്ടിപ്പരത്തി പറയേണ്ട ഒരു സമയമല്ല, അതിന് അനുയോജ്യമായൊരു ഘട്ടവുമല്ല. എന്നാലും മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിൽ പോയി അവിടുത്തെ ഗവർണർ സ്ഥാനം ഏറ്റെടുത്തു. അവിടുത്തെ നിയന്ത്രണത്തിൽ ദീൻ പ്രചരിച്ചപ്പോ യമനിലുള്ള ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ജൂതന്മാരുമെല്ലാം മുട്ടുമടക്കി എല്ലാവരും പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നു എന്ന് മാത്രമല്ല, യമനിനെ കുറിച്ച് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അൽ ഈമാനു യമാനിയുൻ വൽ ഹിക്മത്തു യമാനിയത്തുൻ എന്നാണ്. ലോകത്ത് ഈമാനുള്ളത് യമൻകാർക്കാണ്. അൽ ഈമാനു യമാനിയുൻ, ഏറ്റവും പവറുള്ള ഈമാൻ യമൻകാരൻ്റെതാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. വൽ ഹിക്മത്തു, ഏറ്റവും നല്ല വിജ്ഞാനം യമാനിയത്തുൻ, യമനുള്ള വിജ്ഞാനമാണ്. എന്താ യമനുള്ള വിജ്ഞാനത്തിന്റെ പവർ? ഈ സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് 40 കൊല്ലം അതിന്റെ കാര്യദർശിയായ മഹാനായ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർഖദ യമനി പാരമ്പര്യ പണ്ഡിതന്റെ പിൻഗാമിയായിരുന്നു മഹാനായ ശംസുൽ ഉലമ. നാം ചിന്തിക്കേണ്ടതുണ്ട്. അത് യമനിൽ നിന്ന് വന്ന പണ്ഡിത കുടുംബത്തിലാണ് മഹാനായ ശംസുൽ ഉലമ ഈ കേരളത്തിൽ ഈ പ്രസ്ഥാനക്കാരെയും ഈ ദീനിന് വരുന്ന ഏത് ശത്രുക്കളെ വെല്ലുവിളിക്കുകയും അതിലപ്പുറം ക്രിസ്ത്യാനികൾ എന്നുള്ളതായ വെല്ലുവിളികളൊക്കെ നേരിട്ടുകൊണ്ട് എല്ലാം അതിജയിച്ചുകൊണ്ട് മുന്നേറിയത് മഹാനായ ശംസുൽ ഉലമയുടെ പ്രവർത്തനമാണ്. അവിടുത്തെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാവട്ടെ. നമ്മളൊക്കെ വിശ്വസിക്കുന്നു ഈ സംഘടനയ്ക്ക് ഇന്നും ശംസുൽ ഉലമയുടെ സഹായമുണ്ടാകുമെന്ന്. മഹാനായിരിക്കുന്ന സയ്യിദുൽ ഉലമ മുത്തുക്കോയ തങ്ങൾ പ്രസംഗത്തിലൊക്കെ ഇങ്ങനെ ആശയം ഇങ്ങനെ നേലിച്ച് കാണാറുണ്ട്. ഇത് മഹാന്മാരുടെ സംഘടനയാണ്. ഈ സംഘടനയെ കാക്കാൻ അവർക്ക് സാധിക്കുമെന്നങ്ങനെ ആ പ്രസംഗത്തിൽ ഇങ്ങനെ ഉടനീളം കേൾക്കാൻ സാധിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. ഞാനിവിടെ വന്നപ്പോൾ ചോദിച്ചു, ഇവിടെയുള്ള എല്ലാ ആളുകളും ഇതൊക്കെ ബിരുദധാരികളാണോ എന്ന്. ബിരുദധാരികളുമുണ്ട്, അല്ലാത്തവരുമുണ്ട് എന്നാണ്. കാരണം ഇവിടെയൊക്കെ മുൻകാലത്തൊക്കെ പഠിപ്പിച്ച് ഇവിടെ ഇനി സേവന രംഗത്ത് പ്രവർത്തിച്ച് ആളുകളും അതുപോലെ തന്നെ ഇപ്പോൾ വിദേശത്തും മറ്റൊക്കെ ആയി ജോലിയാർത്ഥം പോകുന്ന പല ആളുകളുണ്ട് ഈ സാഹചര്യം. അൽഹംദുലില്ലാഹ്, കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ ഈ സെറ്റപ്പും ഇതിൻ്റെ ഈ സൗകര്യമൊക്കെ ഒരു നല്ല രീതിയിൽ ഒരു മനസ്സിന് കുളിർമയുണ്ടാക്കുന്ന ഈ ശാസ്ത്രീയമായി ഈ SKSSFന്റെ പ്രവർത്തകന്മാർ ഈ സദസ്സിനെ ഒരുക്കിയതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ ഒരൊറ്റ, നമ്മളൊക്കെ ഈ മദ്രസ പ്രസ്ഥാനത്തിലൂടെ അല്ലെങ്കിൽ നമ്മളെ ക്ലാസ്സുകളിലൂടെ അല്ലെങ്കിൽ നമ്മളെ മറ്റു ദഅവത്തുകളിലൂടെ ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയാൽ നമ്മളൊക്കെ വിജയിച്ചവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് വ്യക്തമായി പുലരുകയാണ്. ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്, സമയം പരിമിതമാണ്. ഒന്നരായ സയ്യിദ് അവറുകൾ നമ്മളെ വേദിയിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
ഞാൻ എൻ്റെ ഭാഷണം നിർത്തുകയാണ്. എല്ലാവരും ഇരിക്കുക. വന്ദരായ സയ്യിദ് അവറുടെ ഉദ്ഘാടന പ്രഭാഷകൻ നടക്കാൻ വേണ്ടി പോവുകയാണ്. ആയതുകൊണ്ട് സാന്ദർഭികമായി ഉണർത്തട്ടെ. ഇവിടെ കൂടിയ എല്ലാ ആളുകളോടും പ്രത്യേകിച്ച് ഈ സദസ്സിൽ ഉണർത്താനുള്ളത്, വരാൻ പോകുന്ന സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ പ്രചാരണ രംഗത്ത് നിങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കണമെന്ന്, അതിൻ്റെ പ്രവർത്തനങ്ങളുമായി നമ്മളൊന്നും കൂടി ഉണർന്ന് പ്രവർത്തിക്കണമെന്നും കൂടി ഈ സമയത്ത് ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. അള്ളാഹു നമ്മളെ ഈ ഒത്തുകൂടൽ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ദീനീ പ്രവർത്തന രംഗത്ത് ഒത്ത് നിൽക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിക്കാൻ വേണ്ടി SYS സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് ഖാദിയുമായ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ ജമലി തങ്ങളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين، أما بعد. وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله مولانا الكريم. സമാദനീയരായ സയ്യിദ് അവറുകൾ, ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷൻ അബ്ദുള്ള ദാരിമി, വേദിയിലുള്ള മറ്റു പ്രഗത്ഭരായ പണ്ഡിതന്മാർ, കാരണവന്മാർ, ഈ മഹത്തായ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാർ, സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത് പണ്ഡിത കൂട്ടായ്മയാണ്. മുഷാവറ എന്നുള്ളത് പണ്ഡിതന്മാരാണ്. ആ മഹത്തായൊരു പ്രസ്ഥാനം ഈ കേരളത്തിൽ തുടക്കം കുറിച്ചത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, അതായത് വിശ്വാസ അനുഷ്ഠാനങ്ങൾ, അത് സമൂഹത്തിൽ നിലനിർത്താൻ അന്ത്യനാൾ വരെ അത് നിലനിർത്തിക്കൊണ്ടുപോവാൻ പണ്ഡിത ദൗത്യം നിർവഹിച്ചതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദു അൻഹു. ഹബീബായ അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് സഹാബത്തുൽ കിറാമിലൂടെ, താബീങ്ങളിലൂടെ നമ്മുടെ കേരളത്തിലേക്ക് വന്ന മഹത്തായ പരിശുദ്ധ ദീൻ, അതിൻ്റെ വഴികളിൽ ഖാദിമാരും മഖ്ദൂമുമാരും അടങ്ങുന്ന ഒരു മഹാന്മാരായിരിക്കുന്ന പൂർവ്വ പണ്ഡിതന്മാർ നയിച്ചു വന്ന മഹത്തായ ഒരു സംവിധാനം, അതിൽ നിന്നും ഒരു പണ്ഡിത കൂട്ടായ്മയിലേക്ക് വഴി തെളിയിച്ചത് വിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചലനം സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ടോ എന്ന ആശങ്കയാണ്. പല സാഹചര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പണ്ഡിതന്മാരുടെ ഒരു കൂട്ടായ്മയിലൂടെ അന്യോന്യം കൂടിയാലോചനക്കുള്ള ഒരു വലിയൊരു പണ്ഡിത സഭ രൂപീകരിച്ചു. അതിൻ്റെ ഒരു നൂറ്റാണ്ടാണ് കേൾക്കാനിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ മുഷാവറ എന്ന മഹത്തായ ഒരു ബോഡി നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ പോലും അതിനെ അനുസരിച്ചുകൊണ്ട് ഈ മഹത്തായ ദൗത്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടേണ്ടത് ഇവിടുത്തെ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർക്ക് മഹത്തായ ദീൻ പ്രവർത്തിക്കാൻ സഹായകരമായി പിന്നിൽ നിൽക്കേണ്ടത് ഉമറാക്കളാണ്.
പണ്ഡിതന്മാർ മുന്നിൽ നിന്നുകൊണ്ട് ഉമറാക്കൾ അവരെ സഹായിച്ചുകൊണ്ട് ഈ മഹത്തായ ദീൻ അത് നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത്. എന്നാൽ പണ്ഡിതന്മാർക്ക് ദൗത്യം കൂടുതലാണ്. ആലിമീങ്ങൾക്ക് അവർ സമ്പാദിച്ചെടുത്ത അറിവ് പകർന്നു നൽകുകയും അതിലൂടെ സമൂഹത്തെ നയിക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നുള്ളത്. എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. ഓരോരുത്തർക്കും അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. പണ്ഡിതന്മാർക്ക് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. നാം ഈ മഹത്തായ ഈ സംവിധാനത്തിൽ നാം നീങ്ങിയിട്ടുള്ളത് തന്നെ അള്ളാഹു നമുക്ക് നൽകിയ ഒരു സൗഭാഗ്യമായി തന്നെ നാം കാണേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാവൽ നിൽക്കാൻ നമ്മളെ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിർവഹിച്ചേ പറ്റൂ. അപ്പോൾ വിദഗ്ധക്കാരും നവീനവാദികളും നിരീശ്വരത്വവും യുക്തിവാദവുമൊക്കെ കടന്നു വരുമ്പോൾ അതിനെ നമുക്കുള്ളതായിരിക്കുന്ന അറിവനുസരിച്ചും നമ്മുടെ പ്രവർത്തനം അനുസരിച്ചും അതിനെ പ്രതിരോധിക്കുകയും അതിനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രവർത്തനമായി കൂടിയാലോചിച്ചുകൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അത് പണ്ഡിതന്മാർ തന്നെ ചെയ്യണം. അതിനെ സഹായിക്കാൻ ഉമറാവുണ്ടായിരിക്കണം. പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉമറാവ് ഏറ്റെടുത്തുകൊണ്ട് ദീനിൻ്റെ കാര്യമാണെന്ന് മനസ്സിലാക്കുന്നത്, മഹത്തായ ദീനിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവേണ്ടതില്ല. അതിനുവേണ്ടിയാണ് ഈ മഹത്തായ സംഘടന ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. ആ ഒരു ദൗത്യവും ഉത്തരവാദിത്വം നിലനിൽക്കും കാലത്തോളം അതുണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന് അന്ത്യനാൾ വരെ നിലനിൽക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നാം ഈ ഒരു കാലഘട്ടത്തിൻ്റെ അഹലുകാരാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന തലമുറയിലേക്ക് കൈമാറലും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു നൂറ്റാണ്ട് തേക്കുമ്പോൾ അടുത്ത നൂറ്റാണ്ടിലേക്ക് ഈ സംവിധാനം ഈ ആശയവും ആദർശവും ഒക്കെ തന്നെ പകർന്നു നൽകിക്കൊണ്ടാണ് അടുത്തൊരു നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നത്. അങ്ങനെ ദീനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി നാം ഒക്കെ ശ്രമിക്കുകയും പ്രവർത്തിക്കുകയും അതിൻ്റെ വക്താക്കളാകുകയും അത് ഇന്ന് നമ്മുടെ ഈ മഹത്തായ ഈ സംവിധാനം സത്യസന്ധതയോട് നിലനിർത്തി വരുന്ന മഹത്തായ സമസ്തയോടൊപ്പം നിന്നുകൊണ്ട് അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ബാധ്യത. ഇത് തന്നെയായിരുന്നു നമുക്ക് മഹാന്മാരായിരിക്കുന്ന പുരുഷരികളായ മഹാന്മാർ പണ്ഡിതന്മാർ കാണിച്ചു തന്നത്. അത് സത്യപാന്താവാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. അത് ബോധ്യപ്പെടുക എന്നുള്ളത് ഏതൊരാളുടെയും മരണമാണ് നമുക്ക് അതിനുള്ളതായിരിക്കുന്ന പാഠം നൽകുന്നത്. ഈ ഒരു മഹത്തായ പ്രസ്ഥാനത്തോടൊപ്പം കഴിഞ്ഞു പോയ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാരുടെ മരണം പരിശോധിച്ചാൽ നമുക്കറിയും അവർ നീങ്ങിയ പാത, അവർ നയിച്ച പാത, അവർ നമ്മളിലേക്ക് ഏൽപ്പിച്ചു തന്ന പാത സത്യത്തിൻ്റെ പാതയാണ് എന്നുള്ളത്. മഹാന്മാരായിരിക്കുന്ന നമ്മുടെ മഹാനായ ശംസുൽ ഉലമായുടെ വഫാത്ത് നമുക്കറിയാം. സയ്യിദ് മർലി ശിഹാബ് തങ്ങളുടെ വഫാത്ത് നമുക്കറിയാം. കെ.ടി. മാനു മുസ്ലിയാരുടെ വഫാത്ത് എങ്ങനെയായിരുന്നു നമുക്കറിയാം. ഫരീദ് ഉസ്താദിൻ്റെ വഫാത്ത് എങ്ങനെയായിരുന്നു നമുക്കറിയാം. അങ്ങനെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ച് മരണപ്പെട്ടു പോയവരുടെയൊക്കെ വഫാത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇത് തന്നെയാണ് സത്യത്തിൻ്റെ വഴി എന്നുള്ളത്. അതുകൊണ്ട് യാതൊരു ആശങ്കയും കൂടാതെ ഈ മഹത്തായ ഈ ഒരു ത്വരീഖിലൂടെ ഈ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവസാനം ഈമാൻ ഇട്ട് മരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. സ്വാലിഹീങ്ങളിലും അവന് പൊരുത്തപ്പെട്ട ആലിമീങ്ങളിലും അള്ളാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ധർമ്മം നിർവഹിച്ച് ജീവിച്ച് മരിക്കുന്നവരെ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മരിക്കൽ ഖൈറാകുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പിച്ചിരിച്ചുകൊണ്ട് മരിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ കൂടലും പിരിയലുമൊക്കെ ഒരു സ്വാലിഹ അമലായി അള്ളാഹു നമ്മിൽ ഖബൂൽ ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിൽ കാണിച്ച് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
നമ്മുടെ പണ്ഡിതന്മാർക്കുള്ള SKSF ശാഖ കമ്മിറ്റിയുടെ ചെറിയ നമ്മുടെ 100ാം വാർഷികത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ ഉപഹാരം ഇവിടെ ബഹുമാനപ്പെട്ട സെയ്ദ് അവരുടെ കരങ്ങളാൽ ഇവിടെ സമർപ്പിക്കപ്പെടുകയാണ്. ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട സെയ്ദ് മുഹമ്മദ് കോയത്തങ്ങൾ നമ്മുടെ ഈ മദ്രസയിൽ ഒരുപാട് കാലം സേവനം ചെയ്ത എൻ്റെ വന്യപിതാവിന് കൈമാറുകയാണ്. ഇരുവരെയും പവലിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ മഹല്ലത്തിൽ സേവനം ചെയ്യുന്ന എല്ലാ ഉസ്താദുമാർക്കും ഇവിടെ ഉപഹാരമുണ്ട്. ആദ്യമായി നമ്മുടെ മഹല്ലത്തിൻ്റെ ഖത്തീബ് ബഹുമാനപ്പെട്ട ഉസ്താദ് സുബൈർ അൻവരി ഉസ്താദിന്, അതിനുശേഷം മഹല്ല് പ്രസിഡന്റ് അലവിക്കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട MK അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട മഹല്ല് ഉസ്താദ് അലി അക്ബർ ഹിഷാമി, സയ്യിദ് അസ്ഹറുദ്ദീൻ മുഷൈഖ് ഫൈസി, ഹാഫിസ് സയ്യിദ് നിസാമുദ്ദീൻ റഹ്മാനി, ബഹുമാനപ്പെട്ട ഉസ്താദ് MK ബാബു മുസ്ലിയാർ, UK അബ്ദുള്ള മുസ്ലിയാർ, K ഇബ്രാഹിം മുസ്ലിയാർ, MK അബ്ദുള്ള ദാരിമി, AP ഷാഹുൽ ഹമീദ് മുസ്ലിയാർ, അബ്ദുൽ ഖാദർ മുസ്ലിയാർ, MK ഇസ്മായിൽ മുസ്ലിയാർ, MK ഇസ്മായിൽ, PP ഹനീഫ മുസ്ലിയാർ, ജവാദ് ഫൈസി, സിദ്ദീഖ് ഫൈസി മദ്രസ മുഅല്ലിം, ഷബാബ് ഫൈസി, ഫൈസൽ ഷബാബ് ഫൈസി,
മുഹമ്മദ് തൊയ്യിബ് ഹുദവി, ഷംസുദ്ദീൻ ദാരിമി മദ്രസ ഉസ്താദ്, ഇർഷാദ് ഫൈസി മദ്രസ ഉസ്താദ്, ഉസ്താദ് അബ്ദുൽ ഹാദി ഫൈസി, ഉസ്താദ് സിറാജുദ്ദീൻ ഹുദവി, ഇഖ്റ ഉസ്താദ്, ഉസ്താദ് അബ്ദുൽ ജബ്ബാർ ഫൈസി, സദഖത്തുള്ള മുസ്ലിയാർ, എ പി അബ്ദുൽ കബീർ ദാരിമി, സി കെ അബൂബക്കർ സിദ്ദീഖ് മന്നാനി, സുഹൈൽ ബാക്കവി, എ കെ സ്വാലിഹ് ഫൈസി, എം കെ മുഹമ്മദ് കുട്ടി ദാരിമി, കുഞ്ഞി മുഹമ്മദ് യമാനി, എ പി അബ്ദുൽ വാസിഹ് വാഫി, ഹാഫിസ് മുഹമ്മദ് മന്നാനി, അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മുഹമ്മദ് സ്വാലിഹ് ബിശ്രി ഫൈസി, എം കെ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ, എം കെ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, തൊട്ടിയിൽ ഉനൈസ്, അരിക്കാടൻ അലിയു, എ കെ സൈനുദ്ദീൻ, കെ സൈദലവി മുസ്ലിയാർ, അബൂബക്കർ സിദ്ദീഖ് ഫൈസി, സയ്യിദ് മുഹമ്മദ് മുസ്ലിയാർ, മകൻ തൊയ്യിബ് ഹുദവി വന്നു വാങ്ങണം. എം കെ മുഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ പേരക്കുട്ടി, സയ്യിദ് ബഹാവുദ്ദീൻ തങ്ങളുടെ ജ്യേഷ്ഠനായിരുന്നു, നിസാമുദ്ദീൻ ഫൈസ് റഹ്മാനി, സി കെ അബ്ദുൾ റസാഖ് ബാക്കി ഉസ്താദിന്റെ മക്കൾ വന്നു വാങ്ങണം.
ജലാലുദ്ദീൻ ദാരമിയുടെ ഉപ്പ കോയാക, ഇർഷാദ് ഹുദവി, ഇല്യാസ് വാഫിയുടെ സഹോദരൻ വന്നുവാണ്. മദ്രസ സാലിം മുസ്ലിയാർന്ന് സിദ്ദീഖ് ഫൈസി വന്നുവാണ്. നമ്മുടെ ഈ പരിപാടിക്ക് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി മൊയ്തീൻകുട്ടിയൊക്കെ ആദരവോട് ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട സാദാത്യങ്ങളെ, പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ, മജ്ലിസ് നൂറിൻ്റെ വാർഷികത്തിൻ്റെ ഒന്നാം ദിനമായ ഇന്ന് പണ്ഡിത സംഗമത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ സംഗമം വളരെയധികം വിജയിപ്പിച്ചു തന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടിലെ പണ്ഡിതന്മാർ വളരെയധികം മുക്തകണ്ഠം അവരെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ സംഗമത്തിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷ അനുമതിയോടുകൂടെ